സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ സംതൃപ്തിയോടെ ഭാരതമാതാവ്, നമ്മുടെ പൈതൃകം, നമ്മുടെ രാഷ്ട്രം ലോകത്തിൻ്റെ മുമ്പിൽ ഓരോ ദിവസവും എങ്ങനെയാണ് വളരുന്നത്, ഉയരുന്നത്, ഉണരുന്നത് എന്ന് കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുന്ന സന്തോഷത്തോടുകൂടിയാണ് എല്ലാം സുപ്രഭാത വന്ദനം പറയുന്നത്. ഭാരതം അനുനിമിഷം വളരുന്നു. അനവധി പ്രശ്നങ്ങൾ ഭാരതത്തിനുണ്ട്. ചൈനയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, നമ്മുടെ ഭാരതത്തിൻ്റെ അകത്ത് നിന്ന്, താലിബാനിൽ നിന്ന്. പക്ഷെ അതെല്ലാം പിന്നെ കൊറോണയുടെ അതെല്ലാം അവസരങ്ങളാക്കി മാറ്റി. അതെല്ലാം നമുക്ക് വളരാനുള്ള നല്ല നല്ല ചവിട്ടുപടികളാക്കി മാറ്റി ഭാരതം വളരുന്നു. അത് നമ്മുടെ വേദത്തിൻ്റെ സന്ദേശമാണ്. വേദ സന്ദേശങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാം തിന്മകളെ ചവിട്ടി അരച്ച നന്മകളിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ വേദത്തിൻ്റെ സന്ദേശം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ. തിന്മയിൽ നിന്ന് നന്മയിലേക്കാണ് ഭാരതം പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഭാരതം പോയിക്കൊണ്ടേയിരിക്കുന്നത്. അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദൗത്യം എത്രത്തോളം നമുക്ക് നമ്മുടെ നാടിൻ്റെ മഹത്വം ബാക്കിയുള്ളവരെ അറിയിക്കാൻ സാധിക്കുമോ? പുറകിലുള്ള 180 ഡിഗ്രിയിലെ മഹത്വം, പാസ്റ്റ് ഓഫ് ഇന്ത്യ, പ്രസൻറ്റ് ഓഫ് ഇന്ത്യ, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, അത് നമുക്ക് ആരെയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വേദ 11ാമത്തെ സൂക്തത്തിൽ 8 ഋക്കുകളാണുള്ളത്, 8 വരികളാണുള്ളത്. 11ാമത്തെ സൂക്തത്തിൽ ഇന്ദ്രദേവനെ കുറിച്ച് തന്നെയാണ്. ജേത മധു ഛന്ദസ് എന്നൊരു ഋഷിയാണ്. ഇങ്ങനൊരു ഋഷിയുടെ പേരൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിവേദ്യന്മാരിൽ വിശ്വാമിത്രന്റെ കുലത്തിൽപ്പെട്ടവരുമല്ലാതെ മറ്റുള്ളവരെ നമ്മൾ കേട്ടിട്ടില്ല. ഇത് ജേത മധു ഛന്ദസ് എന്നൊരു ഋഷിയുടെ പേരാണ്. ഇനി നമുക്ക് അദ്ദേഹം എഴുതിയ മന്ത്രത്തിലേക്ക് കിടക്കാം. ഇന്ദ്രം വിശ്വാവിവൃധൻ സമുദ്രവ്യജസം ഗിരാരധീതമൃധീനാം ത്വജാനാം സത്പതിം പതിം സഖ്യേത ഇന്ദ്രവാജിനോ മാഭേമശവസസ്പദേ ത്വാമഭിപ്രണോ നോ മോബ്ജേതാരമപരാജിതം പൂർവീരിന്ദ്രസ്യ രാധയോ നാവി ദസ്യന്ത്യുദയാഹായ ദീവാജസ്യ ഗോമാദഃ സ്തോത്രഭ്യോ മംഹതേ മഖം പുരാം ദിന്ദുബീജുവാ കവിരമീതൗ അജായത ഇന്ദ്രോ വിശ്വസ്യ കർമാണോ ധർത്താ വജ്രീപൂരുഷ്ടുതാഃ ത്വം വലസ്യ ഗോമതോ അപാവരദ്രവിവോ വിലം ത്വാം ദേവാ അഭിഭ്യുഷസ്തുജ്യമാനാസാവിഷുഃ തവാഹം ശൂരരാധിഭിഃ പ്രത്യായം സിന്ധുമാവദൻ ഉപാദിഷ്ടം ദഗർവാണോ വിദുഷ്ടേ തസ്യ കാരവഃ മായാഭീരിന്ദ്രമായിനം ത്വം ശുഷ്ണമവാദിരഃ വിദുഷ്ടേ തസ്യ മേധിരാസ്തേഷാം ശ്രവാംസുത്തീരാ ഇന്ദ്രമീശാനമോജസാഭേ സ്തോമാനുഷധ സഹസ്രം യസ്യ രാധയ ഉദവാസന്തി ഭൂയാസി. 8 വരികളാണുള്ളത്. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം, സന്ദേശങ്ങൾ നോക്കാം. ഈശ്വരൻ അനന്തമായ നിലയിൽ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ഈശാവാസ്യമിതം സർവം. ഈ ശരീരത്തിൻ്റെ സാരഥി, നമ്മളുടെ ശരീരത്തിൻ്റെ സാരഥി ജീവാത്മാവാണ്. ജീവാത്മാവില്ലെങ്കിൽ ശരീരം ശവം എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ശരീരം ശിവമാണ്. അതുപോലെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സാരഥി ഈശ്വരനാണ്, അല്ലെങ്കിൽ ഇന്ദ്ര പരമാത്മാവാണ്. അതാണ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും വലിയ സൃഷ്ടാവും സംരക്ഷകനും തന്നെയാണ്. യോദ്ധാക്കളുടെ കൂട്ടത്തിൽ മഹായോദ്ധാവാണ്. നമ്മളുടെ സർവചരാചരങ്ങൾക്കകത്തും പുറത്തുമുള്ള തിന്മകളെ യുദ്ധം ചെയ്ത് ഇല്ലാതെയാക്കുന്ന, സർവചരാചരങ്ങൾക്കകത്ത് ഉള്ള ഏത് തരത്തിലുള്ള രോഗാണുക്കളാണെങ്കിലും വികാര വിക്ഷോഭങ്ങളാണെങ്കിലും
പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന തിന്മകളാണെങ്കിലും അതിനെ യുദ്ധം ചെയ്ത് കീഴടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ദ്രൻ. സന്മാർഗചാരിയാണ്. ധർമ്മത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ വഴിയിലൂടെ പോകുന്നവരാണ് ഈ പ്രപഞ്ച ചൈതന്യങ്ങളെല്ലാം. ധനധാന്യാദികൾ സഞ്ചയിച്ചു വയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പനാണ്. സർവ്വതും ഭാവി തലമുറയ്ക്ക് അല്ലെങ്കിൽ ലോകത്തിന്, ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് സംരക്ഷിക്കുന്നവനാണ് ഇന്ദ്രൻ. ഈ പ്രപഞ്ച ചൈതന്യം എണ്ണമറ്റ ഇന്ദ്രസ്തുതികൾ വേദത്തിലുണ്ട്. അവ ഹിമാലയത്തെ പോലെ പരമോന്നതവും ആശയം കൊണ്ട് സമുദ്രത്തെ പോലെ അഗാധവുമാണ്. ഹിമാലയത്തെ പോലെ അവീവ്രതൻ സമുദ്രവ്യചസം ഗിരാഹ, സമുദ്രം പ്ലസ് ഗിരഹ. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിമാലയത്തെ പോലെ പരമോന്നതവും ആശയം കൊണ്ട് സമുദ്രത്തെ പോലെ അഗാധവുമാണ്, പരപ്പാർന്നതുമാണ് അത്. അതുകൊണ്ട് ഇന്ദ്രനായ മഹാദേവനെ നമുക്ക് വിവരിക്കാം. ഇന്ദ്രനിൽ നിന്ന് പരമാവധി അറിവ് നേടാം. തന്മൂലം അന്നവും ധനവും സംരക്ഷണവും കീർത്തിയും പ്രസിദ്ധിയും സന്മാർഗ ചലനവും സാധ്യമാകുന്നു. ഭഗവാനുമായി സൗഹൃദമുള്ളവനെ ആർക്കും വെല്ലാൻ സാധിക്കുകയില്ല. ഈശ്വരൻ അകത്തും പുറത്തുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവാം. അതുകൊണ്ട് ഈശ്വരനോട്, ഭഗവാനോട്, പ്രപഞ്ച ചൈതന്യത്തോട് സഖ്യഭാവം പ്രാപിച്ചു കഴിഞ്ഞ ഒരുവൻ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട. പ്രകൃതിയെ സംരക്ഷിക്കുക. ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും. ഏത് ഉപദ്രവത്തിൻ്റെയും ബാലികേറ മലയാണ് ഈശ്വര സൗഹൃദം. പ്രപഞ്ചവുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുക. അപ്പോൾ പ്രകൃതി, പ്രപഞ്ചം നമ്മളെ സംരക്ഷിക്കും. തെല്ലും പരാജയ ശങ്ക, തെല്ലും ഇല്ലാതെ, ഭയമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. യുദ്ധം ഇന്ദ്രദേവന് ജയിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ പ്രപഞ്ചം എന്നും നിലനിൽക്കും. പ്രപഞ്ചത്തിൽ എന്ത് തിന്മകൾ ഉണ്ടായാലും ആ തിന്മകളെ പ്രപഞ്ചം അതിജീവിക്കും. അതുകൊണ്ട് പ്രപഞ്ചം എന്നും ജയത്തിൻ്റെ കൂടെയാണ്. പ്രപഞ്ചത്തിന് ജയിക്കാനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അത് ചെയ്യുന്നു. ധർമ്മം വിജയം കൈവരിക്കും എന്നത് ഈശ്വര നിശ്ചയമാണ്. ധർമ്മമാണ് എല്ലായിടത്തും വിജയിക്കുക. ചിലപ്പോൾ അല്പം വൈകി എന്ന് വരും എന്ന് മാത്രം. അത് ഈശ്വര നിശ്ചയമാണ്. അതിനാൽ പരാജയം എങ്ങനെയിരിക്കുമെന്ന് ഈ പ്രപഞ്ച ചൈതന്യം നാളിതുവരെ അറിഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളുടെ അന്ധമായ ഒരു അറിവൊന്നുമല്ല. പഠിപ്പും അനുഭവജ്ഞാനവും ഞങ്ങൾക്കുണ്ട്. പ്രകൃതിയെക്കുറിച്ചുള്ള സമഗ്രമായ വീക്ഷണവും ഞങ്ങൾക്കുണ്ട്. അപ്രകാരമുള്ള ഞങ്ങൾ അങ്ങയെ, പ്രപഞ്ച ചൈതന്യത്തെ, പ്രകൃതി ചൈതന്യത്തെ ആവർത്തിച്ച് വിവരിച്ച് കാര്യങ്ങൾ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈശ്വരനോ അല്ലെങ്കിൽ രാജാവോ ചെയ്യുന്ന ദാനധർമാദികളും സംരക്ഷണവും ന്യായയുക്തം തന്നെയാണ്. ന്യായയുക്തമായി മാത്രം ചെയ്യുന്നതാണ് ഈശ്വരീയ കർമ്മങ്ങൾ. അതുപോലെ രാജകീയ കർമ്മങ്ങൾ, ഈശ്വരനും രാജാവും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യാം, നമുക്കും ചെയ്യാം. ഈശ്വരൻ ധർമ്മത്തെ സംരക്ഷിക്കുന്നു, നമ്മളും ധർമ്മത്തെ സംരക്ഷിക്കാം. രാജാവും സത്യം, ധർമ്മം, നീതി, ന്യായത്തെ സംരക്ഷിക്കുന്നു, നമുക്കും അത് ചെയ്യാം. അവരാരും അഹംഭാവം കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്യുമ്പോൾ, ഒരു ഉപകരണം എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ല. ഈ ഭൂമിയും സമ്പദ് സമൃദ്ധിയും ദാനകർത്താവെന്ന് അഭിമാനിക്കുന്ന മനുഷ്യന് ദൈവം കൊടുത്തതാണ്. എല്ലാ മനുഷ്യനും ദൈവം കൊടുത്തതാണ്. മനുഷ്യനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ നിലയിൽ നോക്കുമ്പോൾ സമസ്ത സമ്പദ് സമൃദ്ധിയും ഈശ്വരൻ്റേത് മാത്രമാണ്. അതാണ് ഈശാവാസ്യോപനിഷത്ത് പറയുന്നത്. തേന ത്യക്തേന ഭുഞ്ജീതാമാകൃതക്കസ്യ സിദ്ധനം. ഇവിടേക്ക് വരുമ്പോൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോവുകയില്ല. ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെ എന്നും ഉള്ളത്, പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും. അതിനെ മനുഷ്യൻ ചിലപ്പോൾ അരിയെ എടുത്ത് ഇഡ്ഡലിയാക്കിയെന്ന് വരും, ദോശയാക്കിയെന്ന് വരും, ഇടിയപ്പമാക്കിയെന്ന് വരും, പുട്ടാക്കിയെന്ന് വരും. പക്ഷെ അരി ഈ പ്രകൃതി ഉണ്ടാക്കിയതാണ്. അത് മാത്രം ഓർമ്മിക്കുക. അതിനാൽ എല്ലാവർക്കും അതിൽ തുല്യ അവകാശമാണ്. തേന ത്യക്തേന ഭുഞ്ജീത മാഘൃതക്കസ്യ സിദ്ധനം. അത് ഒരു മനുഷ്യൻ്റെതുമല്ല, എല്ലാവർക്കും അതിൽ തുല്യ അവകാശമുണ്ട്. നമ്മൾ പണ്ട് തന്നെ പറയാറുണ്ട്, ദ നേച്ചർ ക്യാൻ മീറ്റ് ദ നീഡ് ഓഫ് ദ പീപ്പിൾ, ബട്ട് നേച്ചർ കനോട്ട് മീറ്റ് ദ ഗ്രീഡ് ഓഫ് ദ പീപ്പിൾ. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ എല്ലാം പ്രകൃതിക്ക് എത്ര വേണമെങ്കിലും സംരക്ഷിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെ ഒരിക്കലും പ്രകൃതിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ എല്ലാവർക്കും അതിൽ തുല്യ അവകാശമാണ്. സ്വത്ത് ഒരിടത്ത് കുന്നുകൂടുവാനുള്ളതല്ല, മറിച്ച് അത് തുല്യമായി വിതരണം ചെയ്യുവാനുള്ളതാണ് എന്ന മഹത്തായ മാനവധർമ്മം ഈ മന്ത്രം ഉദ്ഘോഷിക്കുന്നു. ഇന്ദ്രൻ മാനവന് ഈ സ്വത്ത് തന്നിരിക്കുന്നു എങ്കിൽ അത് ദാനം ചെയ്യാനും കൂടിയുള്ളതാണ്.
ഇന്ദ്രമഹാദേവൻ ആയത് തന്നെ പ്രപഞ്ചം മുഴുവനും ദാനം ചെയ്തതുകൊണ്ടാണ്. വൃക്ഷങ്ങളിലൂടെ, ജന്തുക്കളിലൂടെ, വായുവിലൂടെ, ജലത്തിലൂടെ, വർഷത്തിലൂടെ, മേഘത്തിലൂടെ, സമുദ്രത്തിലൂടെ, പർവ്വതങ്ങളിലൂടെ ഈ പ്രകൃതി മനുഷ്യന് ആവശ്യമായതെല്ലാം ഒരൊറ്റ പൈസ പോലും പ്രകൃതി മേടിക്കാതെ തരുന്നു. സമുദ്രത്തിലുള്ള എല്ലാ സമ്പത്തും മനുഷ്യന് ഫ്രീ ആണ്. അത് എടുത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ കുഴപ്പം. ഈ പ്രകൃതിയിലുള്ള സർവ്വതും മനുഷ്യന് ഫ്രീ ആണ്. വായു ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്, ചെടികളിലെ ഫലമൂലാദികൾ ഫ്രീ ആണ്. പക്ഷേ അത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കർഷകൻ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു, അല്ലാതെ പ്രകൃതി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നില്ല. എന്ത് നല്ല സന്ദേശമാണ്! ഈശ്വര സൃഷ്ടമായ ഈ സൂര്യൻ തൻ്റെ വജ്രരൂപങ്ങളായ കിരണങ്ങൾ കൊണ്ട് ഏത് മൂർത്ത പദാർത്ഥത്തെയും ഭിന്നമാക്കി കാണിച്ചു തരികയും അവയെ അനേകം ഗുണങ്ങളോട് ചേർന്നതാക്കി തീർക്കുകയും ചെയ്യുന്നു. ഫോട്ടോസിന്തസിസിലൂടെ 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും ഓരോ തരത്തിലുള്ള ഇലകളും പൂക്കളും കായ്കളും പഴങ്ങളും എല്ലാം ഉണ്ടാക്കി മാനവരാശിക്ക് തരുന്നത് സൂര്യൻ ഫോട്ടോസിന്തസിസിലൂടെ ചെയ്യുന്നതാണ് എന്നുള്ളത് ഓർമ്മിക്കുക. തൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട ഭൂമി തുടങ്ങിയ ഓരോ ഗോളത്തിൻ്റെയും സന്തുലിതാവസ്ഥ സൂര്യൻ സൂക്ഷിക്കുന്നു. സൂര്യൻ്റെ ആകർഷണം കൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റി കറങ്ങുന്നത്. അത് സൂര്യൻ്റെ ദൗത്യം. ഈ ഗുണവിശേഷങ്ങൾ മഹാദേവനുമുണ്ട്, ഇന്ദ്രനുമുണ്ട്. അദ്ദേഹം ശത്രുബലത്തെ ഛേദിക്കുന്നു. സാമദാന വേദദണ്ഡം കൊണ്ട് ശത്രുക്കളെ പലതട്ടിൽ നിർത്തുന്നു. ശത്രുവിൻ്റെ ഐക്യം തടയുന്നു. ഗുണവിശിഷ്ടമായി ഭൂമിയിൽ ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങൾ അറിഞ്ഞ് ചക്രവർത്തിയായി ഈ പ്രപഞ്ചത്തിലെ കോൺഷ്യസ്നെസ്സും അവയർനെസ്സും ഭരിക്കുന്നു. അധാർമികളായ ശത്രുക്കളുടെ നഗരത്തെ നശിപ്പിച്ച് കുളം തോണ്ടുന്നു, നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യുന്നു. തിന്മകളെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യുന്നു. മോക്ഷാർത്ഥികളുടെ ശരീരത്തെ ത്യജിച്ച് ശരീരിക്ക് മോക്ഷം കൊടുക്കുന്നു. എല്ലാ ജനതയ്ക്കും സ്ഥിരവും ശാശ്വതവുമായ മോക്ഷം വേണമെന്നുള്ളവർക്ക് മോക്ഷവും, അല്ല നന്മ നിറഞ്ഞ രീതിയിൽ പുനർജന്മം വേണമെന്നുള്ളവർക്ക് അതും കൊടുക്കുന്നു. ഇന്ദ്രൻ ശത്രു മാരകമായ വജ്രം മാത്രമല്ല ധരിച്ചിരിക്കുന്നത്. ഇന്ദ്രന്റെ ശത്രുക്കൾ മാരകമായ വജ്രത്തിന് വിധേയരാകുന്നു. അജ്ഞാന ശത്രുവിനെ ഹനിക്കുന്നത് വിജ്ഞാന വജ്രവും ധരിച്ചിരിക്കുന്നു. അജ്ഞാനമാകുന്ന ശത്രുവിനെ വിജ്ഞാനമാകുന്ന വജ്രം കൊണ്ട് ഛേദിക്കുന്നു. മേഘത്തെ ഛിന്ന ഭിന്നമാക്കിയാണല്ലോ ഭൂമിയിൽ മഴ പെയ്യുന്നത്. മേഘം ഇപ്രകാരം ഛിന്ന ഭിന്നമാകുന്നത് സൂര്യതാപം കൊണ്ടുകൂടിയാണ്. ചുറ്റുപാടും പ്രസരിക്കുന്ന സൂര്യന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ഭൂമി തുടങ്ങിയ ഗോളങ്ങൾ അവയുടേതായ നിയതമായ പഥത്തിലൂടെ ഭ്രമണം ചെയ്യുന്നു. അവസരത്തിനൊത്ത തരത്തിൽ സൂര്യനെ ആധാരമാക്കി ഉത്തരായണം, ദക്ഷിണായനം, ഋതുക്കള്, മാസങ്ങള് തുടങ്ങിയവ ഉണ്ടാകുന്നു. അവസരത്തിനൊത്ത നിലയിൽ ഈ ഭിന്നതയ്ക്ക് വക നൽകുന്നത് പോലെ ഒരു സേനാനായകനായ ഭരണാധിപ രക്ഷകനായ ഇന്ദ്രമഹാദേവൻ അവസരത്തിനൊത്ത് നാനാതരത്തിലുള്ള വൈദഗ്ധ്യം ഉൾക്കൊണ്ട സേനാവ്യൂഹങ്ങളെ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് വിലസുന്നു, ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് വിതറുന്നു, പ്രവർത്തിക്കുന്നു. ഇന്ദ്രൻ വിശ്വസംരക്ഷകൻ എന്നും വാഴ്ത്തപ്പെടേണ്ടതാണ്. ധാർമ്മികനായ സഭാധ്യക്ഷനോ സേനാധിപതിയോ ഒരുവന് അഭയം കൊടുക്കുമെങ്കിൽ ആ അഭയദാതാവിന് സമുദ്രതുല്യമായ ഗാംഭീര്യത്തോടെ കണക്കാക്കണം. അപ്രകാരമുള്ള നായകനെ ഉപകാരസ്മരണയോടെ അകതാരിൽ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണം. അവൻ ഇന്ദ്രഭഗവാനെ വീണ്ടും ക്ഷണിക്കുന്നു. അദ്ദേഹം നാനാതരത്തിലുള്ള പരിശ്രമം, വീര്യം, പരാക്രമം, അഭയദാനം, ധനദാനം മുതലായവ കണ്ടിട്ട് മഹാന്മാരിൽ മഹാന്മാരും ജീവിതത്തിലെ നാനാ തുറകളിൽപ്പെട്ടവരും ഇന്ദ്രനെ വിവരിക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും ഈ വിവരണം ഏറെ പ്രയോജനപ്പെടുന്നു. സാമദാന ഭേദദണ്ഡങ്ങൾ കൊണ്ട് വേണം ശത്രുക്കളെ നേരിടാനും അവരെ പരാജയപ്പെടുത്താനും. അപ്രകാരം ചെയ്യാനുള്ള വിജ്ഞാനവും ശക്തിയും പോരാളി ആർജിക്കണം. വഞ്ചകനും കൃതജ്ഞനുമൊന്നും ഇവിടെ നിലനിൽക്കരുത്. സാമൂഹ്യ ദ്രോഹികളായ അവരുടെ നിർമാർജനം ഈശ്വരഹിതം തന്നെയാണ്. അത് പ്രകൃതിയുടെ വരദാനമാണ്, പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ദൗത്യമാണ്. അതിനാൽ ഈശ്വരീയമായ ശക്തികൾ മനുഷ്യൻ ആർജിച്ച് ദ്രോഹികൾ വർദ്ധിക്കാതെ നോക്കണം. ദുഷ്ടനിഗ്രഹത്തിന് സമർത്ഥരായ സാധകരായ സൈന്യങ്ങളെ, മനുഷ്യരെ, ധർമ്മബോധമുള്ളവരെ ഇന്ദ്രനായ അങ്ങയുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് അർഹരായി തീർക്കണം. ഉത്തരോത്തരം ഈ ധീരന്മാരെ
വീരന്മാരെ വർദ്ധിപ്പിക്കണം. ബുദ്ധിമാന്മാരായ യാജ്ഞിക ഗവേഷകന്മാർ അങ്ങയുടെ കഴിവിനെ തിരിച്ചറിയുന്നു. അവർക്ക് നിർഭയത്വം കൊടുക്കുക, അവരുടെ ഭയം പൂർണ്ണമായിട്ട് മാറ്റുക. ഐശ്വര്യപൂർണമായ ജീവിതവും അങ്ങ് പ്രദാനം ചെയ്യുക. 8 റിക്കുകളാണ്. ധീരതയുടെ പര്യായമാണ് ഇതെല്ലാം. ഭീരുവിൻ്റെ വാക്കുകളേ ഇവിടെ ഇല്ല. ഹിന്ദുക്കൾ ധീരരാവുക. നമ്മളുടെ വേദങ്ങൾ ഭീരു ആവാനല്ല നമ്മളോട് പറയുന്നത്, ധീരനാകാൻ, ഉയരാൻ, വീര്യനാകാൻ. എവിടെയെല്ലാം ധീരതയും വീര്യവും കാണിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഭാരതത്തിന്, ഹിന്ദുവിന് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. പ്രണാമം, നമസ്കാരം.